ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വാഴക്കൂമ്പ് തോരനാണ് ഉണ്ടാക്കുന്നത്. മുതിര ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറുപയറിട്ട് നമുക്കുണ്ടാക്കാവുന്നതാണ്. എന്നാൽ ഇതൊന്നും ഇടാതെയും നമുക്ക് വാഴക്കൂമ്പ് തോരൻ വയ്ക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ മുതിര വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. അതുപോലെ വാഴക്കൂമ്പ് ഈ ഒരു വലുപ്പത്തിലുള്ളത് എടുത്തിട്ടുണ്ട്. മുതിര തലേ ദിവസം തന്നെ ഒരു 3/4 ഗ്ലാസ് മുതിര, ഈ ഒരു ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് മുതിര ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ആ വാഴക്കൂമ്പൊന്ന് അരിഞ്ഞെടുക്കാം. അതിൻ്റെ മുകളിലുള്ള ആ 2-3 ലെയറൊക്കെ അങ്ങോട്ട് പൊളിച്ച് കളയണം. ആ വെള്ള ഭാഗം കാണുന്നത് വരെയുള്ള ഇതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് എടുക്കാം. ഇനി ബാക്കിയുള്ള ആ ഭാഗമൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതിന് വേണ്ടി ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പ് വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടുന്നത്, കാരണം ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാനാണ്. ഇതുപോലെ 2 പീസുകളാക്കി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് വീണ്ടും ഒന്ന് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ചെറിയ പീസുകളായിട്ട് കിട്ടും. ഇനി അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിരിക്കുമ്പോൾ അതിൻ്റെ കറയൊക്കെ ഇളകി കിട്ടും. ഇതുപോലെ ഒരു കോലോ എന്തെങ്കിലും ഉപയോഗിച്ച് അതൊന്ന് ഇളക്കുകയാണെങ്കിൽ അതിൽ നൂലുണ്ടെങ്കിൽ അതിൽ പിടിച്ച് കിട്ടും. അപ്പോൾ ഞാനെല്ലാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു അരിപ്പയിലേക്ക് 2 പ്രാവശ്യം കഴുകി അരിച്ചെടുക്കണം. നമുക്ക് ഈ മുതിര ഒന്ന് വേവിച്ചെടുക്കണം. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇതിനു വേണ്ടിയ സാധനങ്ങൾ: ഒരു സവോള, ഒരു 3-4 വെളുത്തുള്ളി അല്ലി, 2 പച്ചമുളക്, കറിവേപ്പില, 1 കപ്പ് തേങ്ങ, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വറ്റൽമുളക് പൊടിച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ കണ്ടോ, ഈ വാഴക്കൂമ്പിൻ്റെ കറ ഇളകി വന്നതാണ്. അത് ഞാൻ ഒരു അരിപ്പയിലേക്ക് വാഴക്കൂമ്പൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം കഴുകിയിട്ടാണ് അരിച്ചെടുത്തിരിക്കുന്നത്. ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്ന് കഴിയുമ്പോൾ ഈ സവോള അരിഞ്ഞതും വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്ത് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ചുമന്ന് വരണത് വരെ ഒന്ന് വഴറ്റാം. അതിനുശേഷം ഈ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ വറ്റൽമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് അതിലിട്ട് ഒരു 10 സെക്കൻഡ് വഴറ്റാം. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒരു 30 സെക്കൻഡ് ഒന്ന് അതിലിട്ടൊന്ന് വഴറ്റണം. അതിനുശേഷം ഈ വാഴക്കൂമ്പ് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് കൂട്ടി ഇളക്കിയതിന് ശേഷം എല്ലാം കൂടെ മൂടി വെച്ചൊന്ന് വേവിക്കണം. ഒരു പാത്രം കൊണ്ട് മൂടി വയ്ക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്ത് നോക്കുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 3 മിനിറ്റും കൂടെ വയ്ക്കുന്നുണ്ട്. അത്രയും മതിയാകും, അത് വെന്ത് കിട്ടും. വീണ്ടും ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കുക. പിന്നീട് ആ മുതിരയും കൂടെ ചേർത്ത് കൊടുക്കുക.
എല്ലാം നന്നായിട്ട് കൂട്ടി ഇളക്കി കുറച്ച് തീ കൂട്ടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം എല്ലാം ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.